നമസ്തേ. ഒരു കഥ പറയാം. ഇബ്നു സീന എന്ന ഒരു പണ്ഡിതനെ കുറിച്ചാണ്. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവനാമം അനുസ്യൂതം ഉരുവിട്ടാൽ മനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നവരിൽ ഒരാള് പെട്ടെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, വെറുതെ എങ്ങനെ ഈശ്വരന്റെ നാമം ആവർത്തിച്ചുരുവിട്ടുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ദൈവത്തിന് പോലും കേൾക്കാൻ പറ്റില്ല, ഉള്ളിൽ ഇങ്ങനെ മന്ത്രിക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത് കേട്ട ഇബ്നു സീനുവിന്റെ മുഖഭാവം അങ്ങ് മാറി. അദ്ദേഹത്തിന് നല്ല ദേഷ്യം വന്നതുപോലെ അദ്ദേഹം പെട്ടെന്ന് തന്നോട് ചോദ്യം ചോദിച്ച ആളോട്, എടോ കഴുതേ, താൻ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ചോദ്യം ചോദിച്ച ആള് വല്ലാതെ വേർത്തുപോയി. അത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് തന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇരുന്നു, തളർന്നു. പെട്ടെന്ന് ഈ ഗുരുവിന്റെ മുഖമൊക്കെ മാറിയിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ഹീനമെന്ന് വിചാരിക്കുന്ന ഒരു മൃഗത്തിന്റെ പേര് ഇപ്പോ നിങ്ങളുടെ മേൽ ഞാൻ ഉച്ചരിച്ചപ്പോ നിങ്ങൾ എത്രമാത്രം നിഷ്പ്രഭനായി, തളർന്നുപോയി. അങ്ങനെയെങ്കിൽ സർവശക്തനും പരമകാരുണികനുമായ ദൈവത്തിന്റെ നാമം നിരന്തരം ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ തിന്മ എത്രമാത്രം നമ്മുടെ ഹൃദയവിചാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. ശരിക്കും യേശുനാമ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ഒരു വിചാര ലോകത്തിൽ രൂപപ്പെട്ട പ്രാർത്ഥനാരീതികളാണല്ലോ. ആദരവോടെ.